കറിയാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയിൽ ജീരകം പൊട്ടിച്ച് അതിനകത്തോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റി സവോള ഇട്ട് വഴറ്റി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇട്ട് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിനകത്തോട്ട് മുളപ്പിച്ച പയറും ചെറുപയർ പരിപ്പും ഓരോ ഗ്ലാസ് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഈ വഴറ്റിയ മസാല അതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് വേവിക്കണം. പ്രഷർ കുക്കറിലാണ് ഞാനിപ്പോൾ ഇതിനെ വേവിക്കുന്നത്. ഒരു 2 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരെ അത് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷർ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കുറുകിയ ഇതിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു തടുക്കയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ വേറൊരു പാനിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തു. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് പകുതി ഒന്ന് വാടി കഴിഞ്ഞാൽ സവാള ഒന്ന് അതിനകത്ത് മിക്സ് ചെയ്ത് പകുതി വാടി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി 4 അല്ലിയും 1 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർ അതിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ ടൊമാറ്റോയുടെ പച്ചച്ചവയൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കറി പാനിലോട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് 2 മുട്ട ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ബോയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ 2 മുട്ട അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പം ആ മുട്ട അങ്ങ് വെന്തോളും അതിനകത്ത് കിടന്ന്. അപ്പം മുട്ടയും പരിപ്പും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കസൂരി മേത്തിയും ജീരകവും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കതൊന്ന് വിളമ്പി നോക്കിയാലോ. അപ്പം ഞാൻ ഒരു ഡിഷ് എടുത്തു. അതിനകത്തോട്ട് നമുക്ക് ഈ കറി ഒന്ന് വിളമ്പി കൊടുക്കാം. അത് ചപ്പാത്തിക്ക് പറ്റിയ കറിയാണ്. ചപ്പാത്തിക്കാണ് ഏറ്റവും നന്നായിട്ട് പോകുന്ന കോമ്പിനേഷൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു ബൗളിൽ അത് വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ചൂട് കറിയുടെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ വരുമ്പം ആ കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണത്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്.